അക്ഷയതൃതീയ എന്തിനുള്ള ദിവസ? എന്തിനുള്ള ദിവസ? സ്വർണം വാങ്ങാനുള്ള ദിവസ അല്ലേ? നോക്കൂ, നമ്മുടെ ധർമ്മം അതിന്റെ ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുമ്പോഴും നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടാവുന്ന ചെറിയ കാർമേഘങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ ധർമ്മത്തിലേക്ക്, അത് ധർമ്മത്തിലേക്ക് വന്നുപോയി എന്ന് ഞാൻ പറയുന്നില്ല, ധർമ്മത്തിലേക്ക് കുത്തിവെച്ച ചില ചിന്തകൾ. ഭഗവാൻ ബലരാമസ്വാമിയായി അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ. ഭഗവാൻ പരശുരാമസ്വാമിയായിട്ട് അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ. സഖി എന്ന് വിളിച്ച് ഭഗവാൻ അഭിസംബോധന ചെയ്യുന്ന സാക്ഷാൽ ദ്രൗപദി അക്ഷയപാത്രം വാങ്ങി. അക്ഷയതൃതീയ എന്തിനുള്ള ദിവസ? എന്തിനുള്ള ദിവസ? സ്വർണം വാങ്ങാനുള്ള ദിവസ അല്ലേ? നോക്കൂ, നമ്മുടെ ധർമ്മം അതിന്റെ ഏറ്റവും ശോഭയോടുകൂടി തിളങ്ങുമ്പോഴും നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടാവുന്ന ചെറിയ കാർമേഘങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ ധർമ്മത്തിലേക്ക്, അത് ധർമ്മത്തിലേക്ക് വന്നുപോയി എന്ന് ഞാൻ പറയുന്നില്ല, ധർമ്മത്തിലേക്ക് കുത്തിവെച്ച ചില ചിന്തകൾ. ഭഗവാൻ ബലരാമസ്വാമിയായി അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ. ഭഗവാൻ പരശുരാമസ്വാമിയായിട്ട് അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ. സഖി എന്ന് വിളിച്ച് ഭഗവാൻ അഭിസംബോധന ചെയ്യുന്ന സാക്ഷാൽ ദ്രൗപദി അക്ഷയപാത്രം വാങ്ങി. ആ അക്ഷയപാത്രം ദ്രൗപദിക്ക് കിട്ടിയ ദിവസമാണ് അക്ഷയതൃതീയ. ഗംഗാവതരണം ഉണ്ടായിട്ടുള്ള ദിവസമാണ് അക്ഷയതൃതീയ. മഹാഭാരത രചന തുടങ്ങിയത് ഒരു അക്ഷയതൃതീയ ദിവസത്തിലാണെന്ന് പറയുന്നു. ഇത്രയധികം നമ്മുടെ ധർമ്മത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ദിവസത്തെയാണ് നിങ്ങൾ സ്വർണം വാങ്ങാനുള്ള ദിവസം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? നമ്മുടെ കുട്ടികൾ ഇക്കണ്ട ജ്വല്ലറി പരസ്യങ്ങൾ മുഴുവൻ കേട്ട് ഭാവിയിൽ അവർ വളർന്നു വരുമ്പോ അക്ഷയതൃതീയ എന്ത് ദിവസമായിട്ട് മാത്രം മാറും? സ്വർണം വാങ്ങാനുള്ള ദിവസം മാത്രമായിട്ട് മാറും. അത് മാറാൻ അനുവദിക്കുന്നിടത്താണ് നമ്മുടെ ധർമ്മത്തിന് ച്യുതി ഉണ്ടാവും. അക്ഷയതൃതീയ എന്തിനുള്ള ദിവസ? എന്തിനുള്ള ദിവസ?